ഫ്രണ്ട് സ്റ്റോറിലോട്ട് പോവാം. അതിനായിട്ട് ഹീറോയിനും മമ്മി വന്ന് നിങ്ങൾ ജിമ്മിൻ ഡോക്ടറുടെ മമ്മിയാണോ അമ്മയാണോ? അതെ അതെ ഞാൻ അമ്മയാണ്. ആ നിങ്ങളെ കാണുമ്പോൾ ഇന്ത്യ മാതിരി ഉണ്ടല്ലോ. അതെ അതെ ഞങ്ങൾ രണ്ടുപേരും ലവ് മാരേജാണ് ചെയ്തത്. ആ എൻ്റെ ഹസ്ബൻഡ് കൊറിയാണ്. ഓ കൊറിയാണോ? അതെ അതെ. ഇപ്പോഴോ ഞങ്ങളിവിടെ സെറ്റിലായത് ഇന്ത്യയിൽ. പറഞ്ഞാൽ എൻ്റെ മോന് കുറച്ച് നാൾ ഇവിടെ ഇരിക്കാം, പിന്നെ അവന് കൊറിയൊക്കെ പോവാണ്. ഒരു ലീവാണ്, അതുകൊണ്ട് ഇവൻ ഇവിടേക്ക് വന്നതാണ്. ഓ ഞങ്ങൾ കുറച്ച് ട്രിപ്പ് വന്നതാണ്. ഇപ്പോൾ കൊറിയയിൽ തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ ഹീറോയിന് ജിമ്മിന് ഉമ്മി പറയായിരുന്നു, ആ നിങ്ങൾക്ക് പേരക്കുട്ടി ഉണ്ടല്ലേ? ആ ഞാൻ കണ്ടിരുന്നു കുഞ്ഞി. ഓ കുട്ടി കണ്ടായിരുന്നു. അല്ല കുട്ടീൻ്റെ അമ്മ. ആ എന്താ പറയാ, ഓൾറെഡി അവനക്ക് വൈഫുണ്ടായിരുന്നു, ഇപ്പോൾ ഡിവോഴ്സായി. രണ്ടുപേരും പേര് വിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുട്ടീനെ മാത്രമേ അവൻ നോക്കുന്നത്. ഇത് കേട്ട് ഹീറോയിനും ഉമ്മി ഡാഡിക്ക് സാഡായി പോയി. ഓ അങ്ങനെയാണോ, ശരി ഓക്കെ. അങ്ങനെയായിട്ട് നല്ല കാര്യം ഓരോ ഫ്രണ്ട്സ് മതിയായി, ചങ്ങായിമാടായി. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവരോടൊന്ന് പോയി. ഹീറോയിനും ഉമ്മി ഡാഡിക്ക് കുറച്ച് സാഡായിരുന്നു. എന്ത് കഷ്ടമോ ഇത്. നല്ല ക്യാരിങ് ചെക്കനാണ്. ഞാനായിട്ട് ജിമ്മിന് മമ്മി ഒരു കാര്യം പറഞ്ഞാലോ, അവൾക്ക് റിച്ച് ഹസ്ബൻഡ് വേണം പറഞ്ഞായിരുന്നു. എൻ്റെ മോന് അത്ര ബിസിനസ് അവൻ നോക്കില്ലായിരുന്നു. ഡോക്ടറാണ് ഫീൽഡ് ഇവിടെ എടുത്തതായിരുന്നു. അതുകൊണ്ട് ബിസിനസ് അവൻ നോക്കുന്നു, മാത്രം ബിസിനസ് മാനും ആണ്. അവനൊരു ഡോക്ടറാണ്. അത് അവൾക്കറിയില്ലായിരുന്നു. അവൻ ഡോക്ടറെ ചെയ്തുകൊണ്ട് ഇങ്ങനെ അവൾക്ക് ബിസിനസ് മാന് മാരേജ് കഴിച്ചത് അത് പറഞ്ഞു. ഇത് കേട്ട് സാഡായി. ശരി ഓക്കെ പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തത് എന്ന് ഹീറോയിൻ മമ്മിക്ക് മനസ്സിലാക്കി. ഹീറോയിൻ മമ്മി പറഞ്ഞിരുന്നു, ശരി ഓക്കെ ഇപ്പം എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്ക് ഇപ്പം ഹീറോയ്ക്ക് അലേസ് നോക്കുമായിരുന്നു. ഏത് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹീറോയിക്ക് നോക്കുമായിരുന്നു. അതുമാത്രം ഹീറോയ്ക്ക് വേണ്ട, പിന്നെ മാരേജ് ചെയ്യിപ്പിക്കാൻ ഒന്ന് ഹീറോയിൻ്റെ പ്ലാൻ ചെയ്തായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ മാരേജ് ഒന്ന് പ്ലാൻ പറഞ്ഞാൽ ഹീറോയ്ക്ക് മാരേജ് ചെയ്യാം എന്ന് അമ്മയച്ഛനും സമ്മതിച്ചു. അതുകൊണ്ട് ഹീറോയ്ക്ക് മാരേജ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ഡേയ്സ് വന്നു. ഹീറോയ്ക്ക് മാരേജ് കല്യാണം നല്ല സൂപ്പറായിട്ട് റെഡി ആയിരുന്നു. കാരണം അങ്ങനെ മാരേജിക്ക് ചെക്കന് കാണുന്നില്ല എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. കല്യാണം ചെറുക്കനെ കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ഷോക്ക്. എന്ത് ചെക്കനെ കാണുന്നില്ല, എവിടെ പോയി? അങ്ങനെ അവിടെ വന്നിട്ട് നോക്കുമ്പോൾ ചെക്കനെ കാണുന്നില്ല. അതുമാത്രമല്ല എവിടെ പോയിട്ടുണ്ടോ എന്നവർ തേടായിരുന്നു. അങ്ങനെയായിട്ട് ചെക്കനെ കാണുന്നില്ല അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഇവൻ ഇവിടെ ഇല്ല പറഞ്ഞിട്ട് ഞാനത് ഹീറോയിൻ്റെ മമ്മി മുകളിൽ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അതിന് മുകളിൽ വന്ന് നോക്കുമ്പോൾ ആണ് ഹീറോയിൻ്റെ മമ്മി ഫേസ്ബുക്ക് ഓർക്കാൻ തുടങ്ങി. ഇവർ രണ്ട് കാണുന്നില്ല പറയുമ്പോൾ ഹീറോയിൻ ഡാഡി പറയാൻ തുടങ്ങി കാണുന്നില്ല എന്ന് ഹീറോയിൽ പറയുമായിരുന്നു. ഹീറോയിൻ്റെ മമ്മീനെ വീട് വരത്ത് ഒരുപാട് ചേഞ്ച് ആവുക. ഇത് ഹീറോയിൻ ജിമ്മിൻ്റെ മമ്മി നോക്കുകയാണ്. ജിമ്മിൻ്റെ മമ്മീൻ്റെ വീട് ചേഞ്ച് ആവുക. ഫ്ലാഷ് ബാക്ക് നമുക്ക് നോക്കാം. ജിമ്മിൻ്റെ മമ്മി ഹീറോയിൻ്റെ മമ്മി ഭയങ്കര സന്തോഷത്തിൽ മാരേജാണ് പറഞ്ഞായിരുന്നു. പിന്നെ ഹീറോയിൻ മംഗളേക്ക് പോകുന്ന ചെക്കനും വേറെ ഗേളും അവർ അകത്ത് പോകുന്നത് ഹീറോയിൻ മമ്മിയും ജിമ്മിൻ്റെ മമ്മി നോക്കിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേർ റൊമാൻസ് ചെയ്യുന്നത് അവർ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് എല്ലാം നോക്കി. ഇത് സെറ്റാവില്ല, അതൊക്കെ വേറെ വഴിയില്ല എന്നൊരു വേറെ പ്ലാൻ ചെയ്ത് തുടങ്ങി. വേറെ വഴിയില്ല, എന്തോ ചെയ്ത് പറ്റും, എൻ്റെ മോളെ ലൈഫ് ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞായിരുന്നു. ഇതാണ് അവരുടെ പ്ലാനിൽ അത് പൊളിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കുടിക്കുന്ന അവർ കുടിക്കുന്ന ജ്യൂസിൽ നൈറ്റായിരുന്നു. അവർക്ക് ഫുഡ് വാതമുട്ടി. അങ്ങനെ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴെ വന്നായിരുന്നു. ഫുഡിൽ ഒന്ന് കഴിക്കുക. അതുകൊണ്ട് അവർ രണ്ടുപേരും ഉറങ്ങുന്നത് അതേ ലുക്കിലാണ് ഉറങ്ങായിരുന്നു. അവർ ബൈക്കും ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും വന്ന് ആ റൂം തുറന്നു നോക്കുമ്പോൾ അവർ രണ്ടുപേരും ആർക്കും ഉറലുണ്ട്. എല്ലാവർക്കും ഷോക്കായി. ഹീറോയിൻ്റെ മമ്മി ഷോക്കായി മേലെ അടിച്ച് ജിമ്മിൻ്റെ മമ്മി ഷോക്കായി മേലെ. ഹീറോയിൻ ഡാഡിക്ക് ടെൻഷനായി, ജിമ്മിൻ്റെ ഡാഡിക്ക് ടെൻഷനായി. എന്താ ഇതിങ്ങനെ ചെയ്തത്, ഇത് മാരേജ് നടക്കണം ഇങ്ങനെ ഒരു ടെൻഷനിൽ പോകാൻ തുടങ്ങി. ഇത് ശരിയില്ല അവൻ ഇത് പിന്നെ ആ ചെക്കൻ്റെ അമ്മ അച്ഛനൊക്കെ ടെൻഷനാണ്. നീ എന്താടാ ഇങ്ങനെ ചെയ്തത്, അമ്മ അത് ഇതാരടാ മോം, ഇവളെൻ്റെ വൈഫാണ് എന്തെല്ലാവരും അതിൽ പറയാൻ തുടങ്ങി. എല്ലാവരും പറയാൻ തുടങ്ങി ഓന് കോഡ് മാരേജ് ആയിട്ട് എന്നെ രണ്ടാം കെട്ടാൻ നോക്കുന്നതാണോ അങ്ങനെ എന്നെ പറയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ആ ചെക്കൻ പറയാൻ തുടങ്ങി എനിക്ക് ഓൾറെഡി വൈഫുണ്ട്, മമ്മി പറഞ്ഞുകൊണ്ട് ഞാൻ മാരേജ് കഴിക്കാൻ നോക്കിയതാണ്. അതുമാത്രമല്ല ഇവന് അങ്ങനെയായിട്ട് ഇവന് പറഞ്ഞു എനിക്ക് വൈഫുണ്ട് പറഞ്ഞു. പിന്നെ വേറെ ഗേൾസെല്ലാം പറയാൻ തുടങ്ങി ഡാർലിങ് നീ ഇവിടെയുണ്ടോ എന്ന്.
നിറയെ ഗോൾസ് വരാൻ തുടങ്ങി. അവനക്ക് ടോട്ടൽ അവനക്ക് നിറയെ ഗോൾസ് വരാൻ തുടങ്ങി. ബാക്കി ഇതെന്താ ഇതെല്ലാം ആരാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി, ഇതെൻ്റെ ഗേൾ ഫ്രണ്ട്, ഇവർ 5 പേർ എൻ്റെ വൈഫാണ് അവൻ പറഞ്ഞു. 5 പേർ, ബാക്കി 4 പേർ പറഞ്ഞു ഇവരെൻ്റെ വൈഫ്, ഇതെൻ്റെ ഗേൾ ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ ആ ചെക്കൻ്റെ വീട്ടിൽ വേറെ എല്ലാവർക്കും ടെൻഷൻ പറയാൻ തുടങ്ങി. ആ ചെക്കന് പറഞ്ഞായിരുന്നു, എനിക്ക് മാരേജ് എനിക്ക് നിറയെ ഗേൾസിനെ കൊണ്ട് എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ അവൻ എന്താണ് പറയാൻ തുടങ്ങി. ഇത് കേട്ട അവൻ്റെ അച്ഛൻ തച്ചിട്ട് അവനെ ഇവിടുന്ന് കൊണ്ടുപോയി. ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. മാരേജ് നടക്കാൻ പോകുന്നില്ല. ഹീറോ സാഡായിട്ട് എണീക്കാൻ പോയിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ മമ്മി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ജിമ്മിൻ്റെ മമ്മി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പം എന്താ ചെയ്യാമെന്ന് അരച്ചേക്കായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ ബേബി എണീച്ച് വന്ന് മമ്മിയാണ് ഹീറോയിനെ ഹക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹക്ക് ചെയ്ത് കരയാൻ തുടങ്ങി. എല്ലാവർക്കും ഷോക്കായി. ജിമ്മിൻ്റെ മമ്മിക്ക് ഒരു ഐഡിയ കിട്ടി. ജിമ്മിൻ്റെ മമ്മി ഹീറോയിൻ്റെ മമ്മിയോട് പറയാൻ തുടങ്ങി. ഡാഡി പറഞ്ഞു ഓക്കെയാണ്. ഹീറോയിൻ ഡാഡി പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, ഇത് വൈഫിനോട് പറയാൻ വേണ്ട, എനിക്ക് ഓക്കെയാണ്. ഹീറോയിൻ്റെ മമ്മി പറയുന്നത് എനിക്ക് ഒരു ഓക്കെ. ജിമ്മിനോട് പറയാൻ തുടങ്ങിയിട്ടാ ഈ ഹീറോയിന് മാരേജ് കഴിക്കും, അത് എനിക്ക് വേണ്ട. ജിമ്മിൻ പറഞ്ഞിട്ടാൻ തുടങ്ങി. ജിമ്മിന് വേറെ വയ്യില്ല. ജിമ്മിനിക്ക് മമ്മി പറഞ്ഞത് കേട്ടേ പറ്റൂ. മമ്മീൻ്റെ ഇപ്പോൾ വിഷൻ ചെയ്യാതാണ് മെറ്റാൻ. അതൊന്നും ഒരു ജിമ്മിനിക്ക് ഷോക്കായി. എന്നാ ചെയ്യണോ, ചെയ്തേ പറ്റൂ, വേറെ വയ്യില്ല. ജിമ്മിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഷോക്കായി ജിമ്മിൻ. ശരി മോം, ഞാൻ അങ്ങനെ ഹീറോയ്ക്ക് ജിമ്മിനിക്ക് മാരേജ് ആയി. അതെ, ജിമ്മിൻ മമ്മി പറഞ്ഞു. അത് കേട്ട് ഈ ജിമ്മിനിക്ക് മാരേജ് കഴിക്കും, വേറെ വയ്യില്ല. ജിമ്മിനിക്ക് അച്ഛനും അമ്മയും മരട്ടുന്ന മുമ്പ് മാരേജ് കഴിച്ച് മൊത്തം. അത് മാത്രമല്ല ജിമ്മിനിക്ക് ഒരു സീക്രട്ട് പറഞ്ഞിരുന്നു. അത് കേട്ട് ജിമ്മിന് ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് ജിമ്മിന് മാരേജിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. അതിന് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിനിക്ക് ഹീറോയ്ക്ക് മാരേജുമായി. അങ്ങനെ ജിമ്മിൻ്റെ ഉമ്മി നീ എന്താ അവനോട് പറഞ്ഞത്? അതാ അവൻ്റെ അവൻ ചെറുപ്രായത്തിൽ അവൻ തേടുന്ന അമ്മിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞതാ. അതെ, അമ്മനെ കണ്ടുപിടിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതൊക്കെ ജിമ്മിൻ അക്സെപ്റ്റ് ചെയ്തത്. അമ്മുവാ അതാരാ? അത് കുട്ടിയൊരു ഫ്ലാഷ് ബാക്ക്. അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയിൽ അറിയാം.